17 വർഷമായി മറവ് ചെയ്യപ്പെട്ട ആളുടെ ശരീരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുറത്തെടുക്കേണ്ടതായി വന്നപ്പോൾ മറവ് ചെയ്യപ്പെട്ട അന്ന് എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ശരീരവും അദ്ദേഹത്തെ പൊതിഞ്ഞ തുണികളും ഉള്ളത്, ആ രൂപത്തിൽ തന്നെ ഒരു പോറലും ഏൽക്കാതെ 17 വർഷത്തിനു ശേഷവും അതേ വൃത്തിയിലും അന്ന് എങ്ങനെയാണോ അദ്ദേഹത്തെ മറവ് ചെയ്തത് അതേ രൂപത്തിൽ തന്നെ ഉണ്ട് എന്ന്. പള്ളി നവീകരണത്തിന് വേണ്ടി കബറിടം ഉൾക്കൊള്ളുന്ന സ്ഥലം JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി വൃത്തിയാക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടത്. റിഫായിയ ജുമാ മസ്ജിദിന്റെ പള്ളി സെക്രട്ടറിയും നിർമ്മാണ ചുമതലയുള്ള കൺവീനറുമായ ഷാഫി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. സംഭവം ഒരാഴ്ച മുമ്പ് നമ്മൾ ഇതിന്റെ നിർമ്മാണമായിട്ട് ഔട്ട് സൈഡ് വർക്ക് ചെയ്യുമ്പോൾ JCB ആയിട്ടാണ് ആദ്യം ഇതിന്റെ വർക്കിംഗ് തുടങ്ങിയത്. പക്ഷെ 4 കുഴിയൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു മണം വന്നപ്പോൾ ഞാൻ ആ വർക്ക് നിർത്തിയിട്ട് JCBനെ വിട്ടുവെച്ച് പിറ്റേ ദിവസം ഇതിന്റെ കബറിന്റെ വർക്ക് ചെയ്യുന്ന ആളാണ് ഹുസൈനോട് ഇത് തുറന്നു നോക്കാൻ പറയുമ്പോഴേക്ക് എല്ലാം നല്ല പഴയ എന്ന് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് അതേ പടിയിരിക്കുന്നുണ്ട്. ഈ പള്ളിയിൽ ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ അല്ല, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ. അതേസമയം മറവ് ചെയ്ത മറ്റു മൃതദേഹങ്ങൾ ദ്രവിച്ച നിലയിലുമാണ്. പഴയകാല ജന്മിയായ മൗവൽ ഹസൈനാറിന്റെ മകൻ ആമു എന്ന ആമൽച്ചിയുടെ മൃതദേഹമാണിതെന്ന് പള്ളി ഭാരവാഹികളും പരേതന്റെ ബന്ധുക്കളും സ്ഥിരീകരിച്ചു. എല്ലിന്റെ വശം മാത്രമേ ഉള്ളൂ. ഈ കവറിങ്ങനെ പതിച്ചു നോക്കുമ്പോഴേക്ക് മകനെ വെച്ച മാതിരി ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പിന്നെ കൂടുതൽ നോക്കാതെ അങ്ങനെ മൂടിയിട്ട് വെച്ചിട്ട് ഞങ്ങളപ്പോൾ അങ്ങനെ വീട് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെയുണ്ട്. ഇത് മാത്രമല്ല തുറക്കുന്ന സമയത്ത് ആദ്യം നല്ല മണം ഉണ്ടായിരുന്നു, ഈ സമയത്ത് തുറന്ന സമയത്ത് നല്ല സുഗന്ധം വരുന്നുണ്ട്. അതായത് സാധാരണ നിലയിൽ കബറിൽ വെക്കല് വലത്തുഭാഗത്തേക്ക് ചരിച്ച് കിടത്തിയാണ്. ഇത് മലന്ന് കിടന്നിട്ടാണുള്ളത്. പിന്നെ ഒരു മുടി വരെ ഒന്നും നശിച്ചില്ല. അതുപോലെ തന്നെ എങ്ങനെയാ കൊണ്ട് കിടത്തി അതുപോലെ തന്നെ ഉണ്ട്. തുണി ഒന്നും നശിച്ചില്ല, എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഒരു മാറ്റമില്ല. അകത്ത് നല്ല സുഗന്ധം വരുന്നുണ്ട് പുറത്തേക്ക്. വ്യക്തി തന്നെ അവരുടെ ജീവിതകാലത്ത് ഇവര് വളരെ നല്ലായിരുന്നു. സംസാരം വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ചുറ്റുഭാഗത്ത് അവര് പ്രത്യേകത വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുറ്റുഭാഗത്ത് പട്ടിണി കിടക്കുന്നത് അത് അവരെ അന്വേഷിക്കും. അവര് ഇതുണ്ടോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ, അത് അവരുടെ പ്രത്യേകതയായിരുന്നു. അവരെ പ്രത്യേകത. അതേസമയം ബന്ധുക്കൾ അനുവദിക്കാത്തത് മൂലം കബറിടത്തിലെ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകർക്ക് സാധിച്ചില്ല. മൃതദേഹം സാമുദായിക വിധി പ്രകാരം വശം ചരിച്ചാണ് കിടത്താറുള്ളത്. എന്നാൽ അത്ഭുതം പരത്തിയ മൃതദേഹം നീണ്ടു മലർന്നു കിടന്ന നിലയിലായിരുന്നുവെന്ന് ഇതാണ് മഹാന്മാർ പഠിപ്പിച്ചതും. തഫ്സീറുൽ ഖുർത്തുബിയൊക്കെ നോക്കിയാൽ കാണാം. തഫ്സീറുൽ ഖുർത്തുബിയിൽ മഹാനവറുകൾ പറയുന്നു, وثبت أن الأنبياء والأولياء والشهداء لا تأكل الأرض أجسادهم حرم الله على الأرض أن تأكل أجسادهم. തഫ്സീറുൽ ഖുർത്തുബി നോക്കിയാൽ കാണാം, അംബിയാഇൻ്റെയും ഔലിയാഇൻ്റെയും ശുഹദാഇൻ്റെയും ശരീരങ്ങളെ ഭക്ഷിക്കലിനെ ഭൂമിക്ക് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. ഭൂമി ഒരിക്കലും കഴിക്കില്ല. അല്ലെങ്കിൽ 17 വർഷം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ദ്രവിച്ചു പോയി ഒരു അടയാളം പോലും ബാക്കിയില്ലാത്ത വിധം ആവേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ ഇന്ന് മറവ് ചെയ്യപ്പെട്ട വ്യക്തിയെപ്പോലെ സുന്ദരമായ രൂപത്തിൽ സുഗന്ധം പൂശിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനാസ നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ ഇതാണ് മഹാന്മാർ പഠിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ ഔലിയാഇൻ്റെ അവസ്ഥ എന്ന് കിതാബുകളിൽ പറഞ്ഞത്.